ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ ഇതിനകം തന്നെ സ്വന്തം മേൽവിലാസം ഉറപ്പിക്കാൻ കഴിഞ്ഞൊരു നായക നടനെയാണ് പരിചയപ്പെടുന്നത്. രഞ്ജിത്ത് സജീവ്. ഗോളം, കൽബ്, ഈ തുടങ്ങിയ സിനിമകളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും. ഈ സിനിമകളിലെയൊക്കെ നായകനായി ശ്രദ്ധ നേടിയ ആളാണ് രഞ്ജിത്ത്. ഞാൻ ഇപ്പോൾ രഞ്ജിത്തിനെ കുറിച്ച് പറയാൻ കാര്യം, ഈ ശനിയാഴ്ച മറ്റന്നാൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയാണ് പുന്നമടക്കായലിൽ. ഈ പുന്നമടക്കായലിലെ വള്ളംകളിയിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു ചുണ്ടനുണ്ട്, കാരിച്ചാൽ ചുണ്ടൻ. KCBC കാരിച്ചാൽ ചുണ്ടൻ. ഈ ചുണ്ടൻ ചരിത്രമെഴുതിയ ക്ലബ്ബാണ്. അവർ 16 തവണയാണ് നെഹ്റു ട്രോഫിയുടെ കപ്പടിച്ചത്. അപ്പോൾ ഈ ചുണ്ടൻ്റെ ക്യാപ്റ്റനായിട്ട് ഇത്തവണ വരുന്നത് രഞ്ജിത്ത് സജീവ്. ഒരു സിനിമ നടൻ ക്യാപ്റ്റനോ കേട്ടപ്പോൾ ഞാനും ഒന്ന് ചോദിച്ചു പോയി. നമുക്ക് ഈ നായക നടൻ തന്നെ നമ്മുടെ ഫ്ലോറിലുണ്ട്. അപ്പോൾ രഞ്ജിത്തിനോട് ചോദിക്കാം നമുക്ക്. രഞ്ജിത്ത് സജീവ്, ഓക്കെ, യു ആർ വെൽക്കം രഞ്ജിത്ത്. താങ്ക് യു സർ. രഞ്ജിത്തെ, ഈ നടന് ഈ വള്ളംകളിയായിട്ട് എന്ത് ബന്ധം? സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നമ്മുടെ TV-യിൽ കണ്ടിട്ടുണ്ട് ലൈവായിട്ട്. ആദ്യമായിട്ടാണ് വള്ളംകളി കാണാൻ പോകുന്നത്? ആദ്യമായിട്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, വെള്ളത്തിൽ നിൽക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ഒരു ടീം സ്പിരിറ്റും എനർജിയും നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറെ ലെവൽ. അതിന്റെ ഒരു കൊംറോഡറി ഉണ്ട് ഒരു ടീമിന്റെ മൊത്തമായിട്ട്. പിന്നെ ഭയങ്കര ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫിസിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കൊരു നാച്ചുറൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ കാരിച്ചാൽ അതിനകത്ത് അത് അതിന്റെ ക്യാപ്റ്റൻ ആകുമെന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയും, ഈ കാരിച്ചാൽ മിന്നൽ വേഗത്തിൽ പോകുന്ന എത്രയോ തവണ നമ്മൾ കണ്ടു. നമ്മൾ അതിന്റെ കമന്ററി പറയാൻ പോകാറുണ്ട്. അപ്പൊ അതിനകത്ത് കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വീഴാനുള്ള സാധ്യത വളരെ. അതെങ്ങനെയാണ് അതിന്റെ ഒരു താളക്രമമൊക്കെ ഉണ്ടല്ലോ അതിന്? കഴിഞ്ഞ 3-4 ദിവസം അതിന്റെ പ്രാക്ടീസിലായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ അതിനൊരു റിതമും ഒരു ടൈമിങ്ങും ഉണ്ട്. കാരണം തുടങ്ങുമ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മറ്റേ ടെമ്പോ അതിന്റെ ഒരു താളം കിട്ടിയാൽ പിന്നെ അത് എളുപ്പമാണ്. പക്ഷെ താളം കിട്ടാൻ ഒരു 1-2 ദിവസം ഒന്ന് പക്ഷെ കിട്ടുമ്പോൾ പിന്നെ മൊത്തം ടീമിലൂടെ വേറൊരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രഞ്ജിത്തിന് എപ്പോഴാണ് ഈ ഒരു അസുഖം പിടിപെട്ടത്? അതായത് ഈ കാരിച്ചാൽ ചുണ്ടന്റെ അകത്ത് കയറി നിന്ന് ഈ വള്ളംകളിയിൽ സജീവമായി പങ്കെടുക്കും, പ്രത്യേകിച്ച് ക്യാപ്റ്റന്റെ ഒക്കെ വേഷത്തിൽ. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാഭിനയത്തിനിടയിലാണോ അതോ ഈ വള്ളംകളിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞതാണോ? അല്ല, എനിക്കിതിനെ പറ്റി അറിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം വന്നിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു. അപ്പോഴത്തേക്ക് ഉറപ്പായിട്ട് എനിക്ക് എടുക്കണമെന്ന് വന്നിരുന്നു. ഇപ്പൊ നമ്മുടെ ഹാഫ് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും രാജസ്ഥാൻ. ഇപ്പം ഹാഫ് എന്ന് പറഞ്ഞ പടം നമ്മൾ മൈക്ക് എന്ന് പറഞ്ഞ പടം. അതെ. അപ്പം ആ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്തു. അതിന്റെ ഇടയിൽ സ്കെഡ്യൂൾ ബ്രേക്ക് വന്നിരുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു അവസരം വന്നപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഞാനത് കയറി പിടിച്ചു. എന്തായാലും ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കി അല്ലേ? അപ്പൊ മറ്റന്നാൾ കാണാം, നമുക്ക് അവിടെ കാണാം. പുന്നമടക്കായലിൽ ഞാനും ഉണ്ടാകും. ഞങ്ങളുടെ ടീം വരുന്നുണ്ട്, ഞാനും വിജയകുമാറും അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം. നമ്മളൊന്ന് പൊളിക്കും. ഞങ്ങൾ മേഘക്കുരുകൾക്കിടയിൽ ഒരു ക്യാമറ വെച്ച് ഞങ്ങളുടെ താമര ക്യാമറ ആയിട്ടാ വരുന്ന, ഓമന ക്യാമറ ഞങ്ങൾ പേരിട്ടിരിക്കും. അപ്പൊ ഈ ഹാഫ് എന്ന് പറയുന്ന സിനിമ അത് തിയേറ്ററിൽ എത്താൻ പോകുന്ന അത് മിക്കവാറും ഒരു ഏർലി നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു അംബിഷ്യസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ്. നമ്മുടെ ഗോളത്തിന് സെയിം ടീമിലൂടെ യുണൈറ്റ് ചെയ്യുന്ന പടം. ഡയറക്ഷൻ സംജാദ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. സോ ഇതിന്റെ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള പടം ഏതായിരുന്നു? ഗോളം സെയിം ടീമിന്റെ. അതെ, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. എനിക്കൊന്ന് നമ്മുടെ ഏറ്റവും കോസ്റ്റ്ലി പടമായിരിക്കും. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പടമായിരിക്കും ഹാഫ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മലയാളം സിനിമ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു പുതിയൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരുന്ന ഒരു ആക്ഷൻ പടമായിരിക്കും. അങ്ങനെ രഞ്ജിത്തിന്റെ അച്ഛനെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു, PK സജീവനെ. വളരെ കാലമായിട്ട് അറിയാം. പോരെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ നാട്ടുകാരുമാണ്, നിങ്ങൾ പൂയപ്പള്ളിക്കാരാണ്. അപ്പോൾ അദ്ദേഹം കൊല്ലങ്ങളായി ദുബായിലാണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇത്രയധികം കോടി രൂപ ചെലവഴിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് എന്നുള്ളിൽ അദ്ദേഹത്തിന് നല്ല ഉത്കണ്ഠയുണ്ടോ? മകനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രഹസ്യമായിട്ട്? ഇല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ മൊത്തം പ്രൊഡക്ഷൻ ആയിട്ട് കെയർഫുള്ളി നമ്മുടെ പ്രോജക്ട്സ് ചൂസ് ചെയ്യുക. കാരണം ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് അല്ലായിരിക്കും എപ്പോഴും കിട്ടുന്നത്. കാരണം ഇത് ഭയങ്കര ഡൈനാമിക്കാണ്, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമ്മൾ ആ കോൺട്രാക്റ്റിൽ വിശ്വസിക്കുക, സ്മാർട്ടായിട്ട് പൈസ മുടക്കുക, ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഇറക്കുക. അതാ നമ്മുടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു ഗോള്. ഈ നായിക ഐശ്വര്യാണോ? ഐശ്വര്യരാജിനെ ഈ പുന്നമടക്കായലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഒന്ന് കയറ്റി ഇറങ്ങണ്ടായിരുന്നു. കാര്യം ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടികളൊക്കെ എന്നെ റിപ്പോർട്ടിങ്ങിന് കൊണ്ടുപോയി ചിലപ്പോൾ പ്രായമായിട്ട് ചില പ്രശ്നമുണ്ട്. എന്താ പെൺകുട്ടികൾക്ക് പോയാൽ ആൾക്കാർ എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ കാരിച്ചാൽ ചുണ്ടൻ ഇങ്ങനെ പാഞ്ഞ് ഗതിവേഗത്തിൽ പോകുന്ന സമയത്ത് അതിനകത്തൊരു വനിത നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. ധൈര്യം കാണൂ. ഒരുപക്ഷെ ഭാവിയിൽ PK സജീവ് എന്നുള്ള അനുഗ്രഹീതനായ പ്രൊഡ്യൂസർ വള്ളംകളിയൊക്കെ വിഷയമാക്കി ഒരു സിനിമ നിർമ്മിക്കാനും സാധ്യതയുണ്ടല്ലേ? അച്ഛനും അമ്മയൊക്കെ അവിടെ കാണൂ. ഉറപ്പായിട്ടും കാണും. മൊത്തം ഫാമിലി വരുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഈ പ്രൊഡക്ഷനെ കുറിച്ച് അമ്മ സംസാരിച്ചു തുടങ്ങി. അപ്പോഴായിരിക്കും മനസ്സിലായി ചീഫ് പ്രൊഡക്ഷൻ കൺട്രോളർ അമ്മയാണോ നിർമ്മാണം നിയന്ത്രിക്കുന്നത്? പുള്ളിക്കാരിയെ ഇത് ശരിക്കും മൊത്തം മാനേജ് ചെയ്യുന്ന പ്രൊഡക്ഷൻ. കളിപ്പിക്കാൻ പറ്റുമോ? തോന്നുന്നില്ല. അപ്പം ഈ സിനിമ എനിക്കൊന്ന് അതിനകത്ത് ഈ ഹോളിവുഡിൽ നിന്നൊക്കെ ചില ആളുകൾ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. നമ്മളെ ആക്ഷൻ സിനിമയാണ്. ആക്ഷൻ സിനിമ നമ്മളൊരു ഇന്തോനേഷ്യൻ ഫൈറ്റ് ടീമിനെ ഇത് കൊണ്ടുവന്നു. വെരി ട്രൈ യൂലിസ്മൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ടീം. അവര്
ഹോളിവുഡിൽ റെയ്ഡ് എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഹോളിവുഡിൽ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ പടമായിട്ട് മികച്ച് നിൽക്കുന്ന ഒരു പടമാണ് അത്. അപ്പൊ അവരുടെ ഒരു ഇൻപുട്ടും ഇതിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിൽ ഒരു പുതിയ ആദ്യമായിട്ട് അവർ വന്ന് ഒരു മലയാളം പടം ചെയ്യുന്നത്. രഞ്ജിത്ത് ഇത് അത്യാവശ്യം അഭ്യസിച്ചിട്ടുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നു ഇതുവരെ എന്റെ ഉള്ള എല്ലാ പടങ്ങളും ഏറ്റവും ഫിസിക്കലി പ്രിപ്പയർ ചെയ്യേണ്ട പടം ഇതായിരിക്കും. ഹാഫ് തന്നെ. അതെ, കുഴപ്പമില്ല. അത് നമുക്ക് അറിയണമല്ലോ ആരോഗ്യം ഉണ്ടോന്ന്. അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്തുവാ രഞ്ജിത്തിന്റെ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഒരു അംബിഷ്യസ് പ്രോജക്റ്റാ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ പടം ഞാൻ കമ്മിറ്റ് ചെയ്ത കാരണം തന്നെ എനിക്ക് ഇപ്പം നമ്മുടെ ഇന്റർനാഷണൽ സ്കെയിലിൽ ഇപ്പം നമ്മുടെ മലയാളത്തിന്റെ കോണ്ടന്റ് എല്ലാവരും സംസാരിച്ചു തുടങ്ങുക. പക്ഷെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, അതെ, ഇത് ശരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഒരു ഇന്റർനാഷണൽ ലെവലിൽ എത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും. മലയാളം തന്നെയല്ലേ? മലയാളം ഉണ്ട്, പക്ഷെ ഒരു മൊത്തം ഒരു മലയാളത്തിൽ തന്നെ നടക്കുന്ന ഒരു കഥയല്ല ഇത്. ശരിക്കും എല്ലാവർക്കും റീച്ച് ചെയ്യുന്ന ഒരു പടം. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഇതിന്റെ ലാൻഡ്സ്കേപ്പ്, ഇതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും പിടിച്ചേക്കുന്നത്. രഞ്ജിത്ത്, ഈ ചിത്രം ഇറങ്ങുമ്പോൾ അത് തകർക്കണം. പുന്നമടക്കായൽ അതും താർക്കണം. കാരിച്ചാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും താർക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ ചിത്രത്തിൽ വലിയൊരു സംഘം ഉണ്ടാവല്ലോ, വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്ന ചിത്രമല്ലേ ഇത്, അല്ലേ? അപ്പോൾ ഈ ചിത്രം നിങ്ങളിൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ഓരോ സിനിമ ചെയ്യുമ്പോഴും അതുപോലെ രഞ്ജിത്ത് കുറച്ച് സെലക്റ്റീവായിട്ടൊക്കെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള നായകനാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ മകനായിരിക്കണമല്ലോ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ധാരണ? ഇപ്പം ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ ഒരു നടനായിട്ട് എന്നെ അത് ചാലഞ്ച് ചെയ്യുമ്പോൾ ഇനി ഞാൻ ചെയ്യുന്ന ഒരു ആക്ടറിനെ അതെങ്ങനെ എൻ്റെ സ്റ്റാർ വാല്യൂ വളർത്തുന്നത്, എന്നെ എങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ട് എന്നെ എവോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട്. ചെയ്ത കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിനൊരു പുതുമ ഉണ്ടാവത്തില്ല. അത് ആൾക്കാർ മടുത്തു പോകും. അതെ അതെ. പിന്നെ ഇല്ല ഇല്ല അല്ല, പറയാൻ ബാക്കി പറഞ്ഞു. കല്യാണം സീരിയസ് ആയ വിഷയമില്ലേ? സോ പറഞ്ഞ പോലെ തന്നെ സോ എനിക്ക് ഒരു പുതിയ കാര്യം എപ്പോഴും ഓഡിയൻസിന് കൊടുക്കണം. ഒരു പുതിയ ഒരു ഷെയ്ഡ് എനിക്ക് പുറത്തു കൊണ്ടുവരണം. രഞ്ജിത്ത് അവിവാഹിതൻ, ഇതിനെപ്പോലെ ഒരു കൊച്ചു പയ്യൻ്റെ അടുത്ത് കയറി കല്യാണം കഴിച്ചു ഭ്രാന്തായി എന്നിപ്പോൾ പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും. അതുപോട്ടെ. അപ്പോൾ കല്യാണം കഴിക്കുന്ന അങ്ങനെ പ്രായമൊന്നുമില്ല രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്ത് ഏത് ജോലിയിലിരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് കയറിയത്? സോ ഞാൻ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന തന്നെ എനിക്ക് സിനിമ മേഖലയിൽ ദുബായില് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക്കാണ് ഞാൻ ചെയ്തത്. സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം AUD അമേരിക്കൻ യൂണിവേഴ്സിറ്റി ദുബായ് എന്ന് പറഞ്ഞ ഒരു കോളേജ് ഉണ്ട്. അവിടെ എൻ്റെ അണ്ടർ ഗ്രാഡ് ചെയ്തത്. പക്ഷെ എഞ്ചിനീയറിംഗിൽ അത്രയ്ക്ക് എനിക്ക് കഴിവില്ല സത്യം പറഞ്ഞാൽ. ഡിഗ്രി അല്ല ഞാൻ ഡിഗ്രി കിട്ടി. അതായിട്ട് പിന്നെ മൊത്തം ഞാൻ ഇതിലോട്ട് ഫോക്കസ് ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് വലിയ ചരിത്രം എഴുതിയിട്ടുള്ളത് പറഞ്ഞു പോരുത്. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയോ തീർത്ത് കിട്ടി. അപ്പോഴത്തേക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡിഗ്രി മേടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ എവിടെ കാണുന്നറിയോ രഞ്ജിത്ത്? സജീവ് എന്നുള്ള നടനെ നമ്മൾ കാരിച്ചാൽ ചുണ്ടലിലെ പുന്നമടക്കായലിൽ കാണും. നമ്മളവിടെ തകർക്കും, ഉറപ്പായിട്ടും തകർക്കും. അപ്പൊ ഞങ്ങള് കമന്ററി ബോക്സ് ചെയ്യുന്നോണ്ട് ഞങ്ങൾ എന്ന് വിളിക്കും. അവിടെ ഒരു തിരിച്ച് റിട്ടേൺ കൂല ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നല്ല ശക്തിയുടെ കൂടെ മാത്രമല്ല, തുഴയെറിയുമ്പോ അതിനിടയിൽ തകർക്കണം. നമ്മുടെ ഹാഫാണ്. നന്നായി, ഇതാണ് വഴി. നേരെ പുന്നമടക്കായൽ. താങ്ക് യു. രഞ്ജിത്ത് സജീവാണ് നമുക്കൊപ്പം ചേർന്നത്. ഹാഫ് എന്ന തിയേറ്ററിലെത്താൻ പോകുന്ന ഒരുപാട് പുതുമകളുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്ന ചിത്രത്തിലെ നായകനാണ് രഞ്ജിത്ത് സജീവ്. PK സജീവ് എന്നുള്ള പ്രവാസിയുടെ മകൻ കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.